വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് ഓണം ഗിവ് അവയുടെ റിസൾട്ട് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓണം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഓണം ഗിവ് അവയുടെ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഹെഡിങ് സിന്നിൻ്റെ വീഡിയോ ആണെന്ന് വിചാരിച്ചിട്ട് കുറേ പേര് പിന്നെ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വന്നിരിക്കുന്നത് ഒരു 41 കമൻസ് ആണ്. അതിൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഒരുപാട് നിങ്ങൾ അത് വീഡിയോ കണ്ടിട്ട് നല്ല എഫേർട്ടൊക്കെ എടുത്തു. നിങ്ങൾ നല്ല മറുപടികളും കാര്യങ്ങളും എഴുതി. അപ്പോൾ ഇതിൻ്റെ ഇതിൽ നമുക്ക് ഇനിയും ഗിവ് അവേസ് ഇനിയും വിശേഷ ദിവസങ്ങൾ ക്രിസ്മസ് ഒക്കെ വരികയാണ്. അപ്പോൾ അതിലേക്കും ഞാനൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഗിവ് അവയുടെ റിസൾട്ട് പറയാനായിട്ട് വരുമ്പോൾ എൻ്റെ TBRൽ ഞാൻ കേൾക്കാത്ത, ഞാൻ അറിയാത്ത, ഞാൻ പരിചയപ്പെടാത്ത പുസ്തകങ്ങളുണ്ട്, പുതിയ ഓതേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പഴയ ഓതേഴ്സ് ഉണ്ട്. ഇതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു കമൻറ്റ് ഇടാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് എനിക്ക് വന്ന കമൻസിൽ ഒരു 3 പുസ്തകമാണ് ഞാൻ വായിക്കാത്തത്. ഒന്ന് നഗ്നരും നരഭോജികളും എന്ന് പറഞ്ഞിട്ടുള്ള വേണു എഴുതിയൊരു പുസ്തകവും, പിന്നെ 17-ാം ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ട് ആൻഷൈൻ ആണെന്ന് തോന്നുന്നത് അത് എഴുതിയിരിക്കുന്നത്. പിന്നെ എനിക്ക് സാൻ മിഷേലിൻ്റെ കഥ. ഇത് 3ആണ് ഞാൻ വായിക്കാത്ത പുസ്തകങ്ങളുടെ ലിസ്റ്റിലായിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് ഞാൻ സമ്മാനം കൊടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചത് നഗ്നരും നരഭോജികളും എന്ന് പറഞ്ഞ ആ ഒരു സബ്സ്ക്രൈബറിനാണ് ഞാനിത് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. കാരണം മറ്റ് രണ്ടും ഫിക്ഷൻ ഞാൻ വായിക്കുന്നതാണ്. എനിക്ക് നോൺ ഫിക്ഷൻ എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനത്തെ വായിക്കാത്ത ഒരാളാണ്. നോൺ ഫിക്ഷൻ കുറച്ച് കുറവാണ് എനിക്ക് വായന. പക്ഷേ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് വളരെ നല്ലതാണ്. കാരണം എന്നെ ആകർഷിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നഗ്നരും നരഭോജികളും എന്ന് പറഞ്ഞ പുസ്തകം എനിക്ക് സജസ്റ്റ് ചെയ്ത അതുൽ വേണു, ആർക്കി അതുൽ എന്നാണ് അതിൻ്റെ ഹെഡിങ് ടൈറ്റിൽ വരുന്നത്. അപ്പോൾ അതുൽ വേണു എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്ക്രൈബറിനാണ് ഞാൻ ഇപ്രാവശ്യം സിൻ എന്ന് പറഞ്ഞ നോവൽ സമ്മാനമായിട്ട് തരുന്നത്. ഈ ഓണം ഗിവ് അവേ റിസൾട്ട് ഞാൻ അതുൽ വേണുവിനാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ, അതായത് മൊത്തം ലോകരാഷ്ട്രീയത്തിൻ്റെ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വായിക്കാൻ പറ്റിയ ഒരു നോവലാണ് ഹരിത സാവിത്രിയുടെ സിൻ എന്ന് പറഞ്ഞ നോവൽ. ഇപ്പോൾ നമുക്ക് നടക്കുന്ന ഇസ്രായേലും ലെബനനും ഗാസയും പാലസ്തീനും ഒക്കെ കൂടി വരുന്ന ഒരു ഇടത്ത് എങ്ങനെയാണ് യുദ്ധം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായി മാറുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഹരിത സാവിത്രിയുടെ നോവൽ സഹായിക്കും. ഇപ്പോൾ ഈ മാതൃഭൂമി ഈ ഓണക്കാലഘട്ടങ്ങളിൽ ഒക്കെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകത്തിൽ ആ ലിസ്റ്റിലൊക്കെ ഇടം പിടിച്ച ഒരു നോവലാണ് സിൻ എന്ന് പറഞ്ഞ നോവൽ. അപ്പോൾ അതുൽ വേണുവിന് ഈ പുസ്തകം ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ഡീപ് റീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ ആ പേജിൽ പോയിട്ട് എനിക്കൊരു പ്രൈവറ്റ് മെസ്സേജ് അയയ്ക്കുക, അഡ്രസ്സ് അയയ്ക്കുക. അപ്പോൾ അതിനകത്ത് ഞാൻ പുസ്തകം എത്രയും പെട്ടെന്ന് എനിക്ക് അഡ്രസ്സ് കിട്ടിയാൽ ഉടനെ ഞാൻ തന്നെ പുസ്തകം അയക്കുന്നതാണ്. ഇനി നമുക്ക് ക്രിസ്മസിന് നമുക്ക് വീണ്ടും ഒരു ഗിവ് അവേ ഒക്കെ ആയിട്ട് നമുക്ക് വരാം. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ നോവലുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇപ്പോൾ ഈ നഗ്നരും നരഭോജികളും പുസ്തകങ്ങൾ വാങ്ങിക്കണം, അതൊന്ന് വായിച്ച് നോക്കണം. TD രാമകൃഷ്ണൻ്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായി അതിൻ്റെ കമൻറ്റ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തക റിവ്യൂ പോലെയാണ് അത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. ഒരുപാട് കമൻസ് തന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ ഒന്നുകൂടി നന്നാക്കണം. അതായത് ഗിവ് അവേയും കാര്യങ്ങളും കോൺടെസ്റ്റുകളും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി നന്നാക്കണം. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.